ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലെ തന്നെ എന്തുണ്ടാക്കണമെന്ന ചിന്തയിലാണ് കേട്ടോ എഴുന്നേറ്റ് വന്നത്. ഇവിടെ ഒരാൾക്ക് മോരുകറി ഇല്ലാതെ എന്ത് ഊണ് എന്നാണ് അവൻ്റെ വിചാരം. എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പരിപ്പ് കറിക്ക് ഞാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് തേങ്ങയെല്ലാം അങ്ങ് തിരുവാൻ തുടങ്ങി കേട്ടോ. തേങ്ങയെല്ലാം തിരുവി പരിപ്പ് കറിക്കും തോരനും വേണ്ടിയിട്ടൊക്കെ മാറ്റി വെച്ചേ. തേങ്ങ തിരുവി കഴിയുമ്പോഴേ പകുതി ജോലി കഴിഞ്ഞതിൻ്റെ ആ ഒരു ആശ്വാസമാണ് കേട്ടോ. അങ്ങനെ കൊഴുക്കട്ടയ്ക്ക് ശർക്കരയെല്ലാം അരിഞ്ഞ് തേങ്ങയിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിനിടയിൽ രണ്ടുപേരും കണ്ടിട്ടില്ല. കണ്ടെങ്കിൽ ഇപ്പോൾ ഓടി വന്നേനെ ശർക്കര തിന്നെ. അങ്ങനെ ഞാൻ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പുറത്തോട്ടൊന്ന് ഇറങ്ങി കേട്ടോ. തണുപ്പൊക്കെ മാറി വന്നിട്ടുണ്ടേ. നമുക്ക് 7 മണിയാകുമ്പോഴത്തേന് ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആവണം കേട്ടോ. അങ്ങനെ ബോളെല്ലാം റെഡിയാക്കി എടുക്കുന്ന നേരത്തേക്ക് ഞാൻ ചോറ് തിളപ്പിച്ചുറ്റാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതെല്ലാം റെഡിയാക്കി അങ്ങ് എടുത്തേ. അങ്ങനെ കൊഴുക്കട്ടയെല്ലാം റെഡിയാക്കി അടുപ്പിലേക്ക് വെക്കുന്നേരം ദാ രണ്ടുപേരും എണീച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഒരാൾ വന്ന് കൊഴുക്കട്ടയെന്ന് പറഞ്ഞപ്പോഴേ ഭയങ്കര സന്തോഷമാണ്. പക്ഷെ എന്ത് ചെയ്യാം, ഇന്ന് സ്കൂളിലേക്ക് കൊഴുക്കട്ടയും കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ടാണ് ഇന്ന് ബഹളം രാവിലെ. ഇത് പിന്നെ ഡെയിലി ഉള്ളതാണ് കേട്ടോ. അങ്ങനെ അവനെ ഒരുവിധം ആശ്വസിച്ചൊക്കെ വിട്ട് നമ്മുടെ പരിപ്പ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇന്ന് തണുപ്പായതുകൊണ്ട് രണ്ടുപേരും പുറത്തോട്ട് ഇറങ്ങട്ടെന്ന് പറഞ്ഞ് ഇന്ന് അകത്ത് തന്നെ എല്ലാവരും രണ്ടുപേരും കയറി നിന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ കൊഴുക്കട്ടയൊക്കെ റെഡിയായി. അതിനിടയിൽ കുറച്ച് പാത്രം കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പാത്രമൊക്കെ കഴുകി വെച്ചതിന് ശേഷം ചായയ്ക്കും അടുപ്പിലേക്ക് വെള്ളം വെച്ചു. നമ്മുടെ ക്യാബേജ് കുനുകുനാ അരിഞ്ഞു വെച്ചിട്ടുണ്ടേ. തേങ്ങയെല്ലാം റെഡിയാക്കി വെച്ചതുകൊണ്ട് തോരൻ അടുപ്പിലേക്ക് വെച്ച് തോരനും അങ്ങനെ പെട്ടെന്ന് റെഡിയായി. അതിനിടയിലേക്ക് വന്ന് നോക്കിയപ്പോഴോ ഒരാൾ ബാഗ് പാക്ക് ചെയ്ത് റെഡിയായി നിൽക്കണേ കേട്ടോ. ഇന്ന് ലഞ്ചിന് മുട്ട പൊരിച്ചതും ക്യാബേജ് തോരനും പരിപ്പ് കറിയാണ് കേട്ടോ. ഇത് കേട്ടപ്പോഴേ ഒരാൾ ഓടി ഇന്ന് കൊഴുക്കട്ട വേണമെന്ന് പറഞ്ഞുകൊണ്ട് ബഹളമായിരുന്നു. അങ്ങനെ പിന്നെ അവനും കൊഴുക്കട്ട എടുത്ത് വെച്ച് കൊടുത്തു കേട്ടോ. അത് പറഞ്ഞപ്പോഴേ ഭയങ്കര സന്തോഷമാണ്. ആഴ്ചയിൽ 2 ദിവസമെങ്കിലും എനിക്ക് കാപ്പി എന്ന് പറയണേന്നാണ് അവൻ പറയുന്നത്. അങ്ങനെ ഇതാ ഒരാൾ റെഡിയായി സ്കൂളിലേക്ക് പോകാൻ തുടങ്ങി കേട്ടോ. സ്കൂൾ ബസ് വരുന്നത് 8:30-ക്കാണേ. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ രണ്ടുപേരും കൂടെ കാര്യമൊക്കെ പറഞ്ഞ് ഇതാ ഫുഡ് കഴിക്കാനിരുന്നേ. സ്പൈഡർമാൻ്റെ കഥകളും പറഞ്ഞ് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഇതാ ഒരാൾ കുളിച്ചിട്ട് വന്നിട്ടുണ്ടേ. കുളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് റെഡിയായി അവന് പോകണം. പിന്നെ താമസിക്കാനേ പാടില്ല. സ്കൂൾ എത്താറാകുമ്പോൾ ചിലപ്പോൾ ഒരു കരച്ചിലൊക്കെ ഉണ്ട് കേട്ടോ. ഇന്ന് അവൻ്റെ വാപ്പച്ചിയാണേ കൊണ്ടാക്കിയത്. അങ്ങനെ രണ്ടുപേരും സ്കൂളിലേക്കും പോയി ഇക്കയുടെ ജോലിയും തുടർന്ന് ഞാൻ പിന്നെ എൻ്റെ ജോലിയിലേക്കും തിരിച്ചു കേട്ടോ. ഞാൻ പിന്നെ വീണ്ടും കിച്ചണിലേക്ക് അങ്ങനെ ചോറിന് വെള്ളമൊക്കെ വെച്ച് അരി എടുത്ത് കഴുകാൻ വെക്കുകയാണ് കേട്ടോ. അവർ പോയി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരത്തേക്ക് പണിയാണ് കേട്ടോ. പണിയൊക്കെ ഒതുങ്ങി കഴിഞ്ഞാൽ പിന്നെ കുറേ നേരം വിശ്രമിക്കുകയും ചെയ്യാം. അങ്ങനെ അരിയെല്ലാം കഴുകി എടുക്കുവാണേ. അതിനിടയ്ക്ക് കുറച്ച് പാത്രവും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ പാത്രവും കൂടെ എല്ലാം കഴുകി അങ്ങ് വെച്ചേട്ടോ. പിന്നെ ഈ പണി ഒരിക്കലും കഴിയത്തില്ലല്ലോ. അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മൾ അക്ഷയപാത്രം നിറയുന്ന കണക്ക് കൂടെ ഇങ്ങനെ നിറഞ്ഞു കിടക്കും. ഇത് ചെയ്തില്ലെങ്കിലോ ഒരു മനസ്സമാധാനം ഇല്ല അല്ലേ? നിങ്ങൾക്കും അങ്ങനെയാണോ? ഇടയ്ക്കിടയ്ക്കുള്ള ഈ പാത്രം കഴുകി കഴിഞ്ഞ് കിച്ചണെല്ലാം നീറ്റായി കിടക്കുന്നത് കാണാൻ എന്ത് ഭംഗിയാണില്ലേ? നിങ്ങളും ഇങ്ങനെയാണോ? നിങ്ങൾക്കും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വൃത്തിയാക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ കിച്ചൺ എപ്പോഴും തന്നെ നീറ്റായി കിടക്കും കേട്ടോ. കുക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് സമയം മാറ്റി വെക്കേണ്ട കാര്യമില്ല. കുട്ടികൾ സ്കൂളിൽ പോയാൽ പിന്നെ എനിക്കുള്ള ജോലി ഇത് തന്നെയാണ് കേട്ടോ. അല്ലെങ്കിൽ മനസ്സിനൊരു സമാധാനം കിട്ടത്തില്ല. ഗ്യാസ് എല്ലാം തുടച്ച് സിങ്ക് എല്ലാം കഴുകി കിച്ചണെല്ലാം നീറ്റാക്കിയിട്ടുണ്ടേ. ഇപ്പം നീറ്റാക്കുന്നത് നോക്കണ്ട, ഇനിയും പണികൾ വരും, ഇനിയും ചെയ്തുകൊണ്ടേയിരിക്കും. കുക്കിങ്ങിനേക്കാളും ഇഷ്ടം എനിക്ക് ക്ലീൻ ചെയ്യാനാണ് കേട്ടോ. പുറത്തായാലും അകത്തായാലും ക്ലീൻ ചെയ്യാലും അടുക്കി പറക്കലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണേ. നിങ്ങൾക്കും കുക്കിംഗ് ആണോ ഇഷ്ടം അതോ ക്ലീൻ ചെയ്യലാണോ ഇഷ്ടം? കമൻറ്റ് ചെയ്യണേ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്ത് കൊടുത്താൽ നമ്മളെ കിച്ചൺ എപ്പോഴും നീറ്റായിരിക്കും. ചില ആൾക്കാരുണ്ട് കിച്ചണും ഒന്നും നീറ്റാകാതിരുന്നിട്ട് ഇങ്ങനെ ആരെങ്കിലും വരുമ്പോൾ പെട്ടെന്ന് നീറ്റാക്കുന്നത്. അതിനേക്കാളും നല്ലത് ഇതല്ലേ? എന്തൊരു മനസ്സമാധാനം ഇങ്ങനെ കിച്ചൺ ക്ലീൻ ചെയ്തിടുമ്പോൾ. കണ്ടില്ലേ? അങ്ങനെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞതാ അരി ഇടാനായിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അരിയൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരത്തേക്ക് വിശ്രമമാണ് കേട്ടോ. അങ്ങനെ കുറച്ച് നേരത്തെ വിശ്രമത്തിന് ശേഷം പറമ്പിലേക്കൊന്ന് ഇറങ്ങിയിട്ടുണ്ടേ. പറമ്പെന്ന് വെച്ചാൽ ഞങ്ങളുടെ നാട്ടിലെ അയ്യോ എന്നാണ് പറയുന്നത് കേട്ടോ. പറമ്പിലിറങ്ങിയതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ ഇത് തന്നെ, തേങ്ങ പറക്കാൻ. അങ്ങനെ ഒരു തേങ്ങ കിട്ടി. പിന്നെ അവിടെയൊക്കെ ഒന്ന് കറങ്ങി ചെന്ന് നോക്കിയപ്പോഴത്തേനും അടുത്ത തേങ്ങയും കിട്ടി. അതുമായിട്ട് അങ്ങനെ വീട്ടിലെത്തി കഴിഞ്ഞാൽ നാളത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഉഴുന്നും അരിയും എല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ജോലിയൊക്കെ കഴിഞ്ഞെന്ന് പറഞ്ഞിരുന്നപ്പോഴാണ് ഒരു വിളി. പെട്ടെന്ന് ഒരുങ്ങി റെഡിയായി വന്നാൽ ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന്. നിൽക്കേണ്ട താമസം ഞാൻ ചാടി വണ്ടിയിൽ കയറി.
അങ്ങനെ നേരെ മോനെ വിളിക്കാനായിട്ട് ദാ സ്കൂളിൽ എത്തിയിട്ടുണ്ട്. കുറുക്കൻ്റെ കണ്ണപ്പോഴും കോഴിക്കൂട്ടിലെന്ന് പറയുന്ന പോലെ അവൻ്റെ കണ്ണപ്പോഴും റോഡിൽ തന്നെ കേട്ടോ. ഞങ്ങൾ വരുന്നതും കാത്താ അവൻ ഇരിക്കുന്നത്. അങ്ങനെ അവനെയും വിളിച്ച് മീനും വാങ്ങിച്ച് നേരെ വീട്ടിലെത്തി. അങ്ങനെ മീൻ കറിക്ക് വേണ്ടിയിട്ട് തേങ്ങ തിരുവി തുടങ്ങി. അങ്ങനെ തേങ്ങയെല്ലാം തിരുവി കറണ്ട് പോകുന്നതിന് മുമ്പ് തന്നെ അതാ അരപ്പെല്ലാം അരച്ചങ്ങ് വെച്ചേട്ടാ. ചാളയായിരുന്നു ഇന്ന് കിട്ടിയത് കേട്ടോ. അങ്ങനെ അതെല്ലാം അങ്ങ് കട്ട് ചെയ്തെടുത്തു. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് അരച്ച് അടുപ്പിലേക്കും വെക്കാം. ചട്ടിയിലേക്ക് അരപ്പെല്ലാം ഒഴിച്ച് തക്കാളിയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം എടുത്ത് ഇന്ന് പച്ചമുളകിന് പകരം കാന്താരി മുളകാണ് കേട്ടോ ഇട്ടത്. നല്ല എരിവായിരിക്കും. അങ്ങനെ കറിക്കുള്ളതെല്ലാം മിക്സ് ചെയ്ത് അടുപ്പിലേക്ക് അങ്ങ് വെച്ചേട്ടാ. 4:30 ആയപ്പോഴേക്കും ദാ സ്കൂളിൽ പോയ ആളിതാ എത്തിയിട്ടുണ്ട് കേട്ടോ. സ്കൂളിൽ പോയി കഴിഞ്ഞിട്ട് വന്നാൽ പിന്നെ ഇത് തന്നെയാണ് ജോലി കേട്ടോ, മീൻ പിടുത്തം. ഒരു മീൻ കിട്ടിയാലും അവന് സന്തോഷമാണ് കേട്ടോ. ഇന്ന് 2 മീൻ കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ് അവൻ. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.